പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടരുകയാണ്. നമ്മളിപ്പോൾ 2ാം ചാപ്റ്ററിൽ സെക്കൻഡ് പാർട്ട് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അടുത്ത ഒരു വീഡിയോ ആണ് ദ ഗേൾ ഹൂ സൈലൻസ്ഡ് ദ വേൾഡ്. In June 1992, a 12-year-old girl named Seven Kale Suzuki stepped to the podium to address a session of the United Nations Earth Summit. Seven Suzuki spoke passionately, telling them, "I speak for all generations to come." 1992 ജൂണിൽ 12 വയസ്സുകാരിയായിട്ടുള്ള സെവൻ കാലേസ് സുസുക്കി അവർ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭൗമ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ പ്രസംഗ പീഠത്തിലേക്ക് കയറി. സെവൻ സുസുക്കി സ്പോക്ക് പാഷനേറ്റ്ലി ടെലിംഗ് ദം, "ഐ സ്പീക്ക് ഫോർ ഓൾ ജനറേഷൻസ് ടു കം." അവൾ വളരെ വികാരാധീനയായി പറയുകയാണ്, ഞാൻ സംസാരിക്കുന്നത് വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടിയാണ് എന്ന് പറയണം. "ഐ സ്പീക്ക് ഫോർ ഓൾ ജനറേഷൻസ് ടു കം." അപ്പോൾ അവരുടെ ആ സ്പീച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. "ഹലോ, ഐ ആം സെവൻ സുസുക്കി സ്പീക്കിംഗ് ഫോർ എക്കോ, ദ എൻവയോൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ." അവർ പറയാണ്, ഞാൻ സംസാരിക്കുന്നത് എക്കോ എന്ന് പറഞ്ഞ ഒരു സംഘടന, ആ സംഘടനേൻ്റെ പൂർണ്ണ രൂപമാണ് ഇവിടെ കൊടുത്തത്, എൻവയോൺമെൻറ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ. "We raised all the money ourselves to come 6,000 miles to tell you adults you must change your ways." We raised all the money ourselves to come 6,000 miles to tell you adults you must change your ways. ഞങ്ങൾ ഏകദേശം 6,000 മൈൽ താണ്ടി ഞാനിവിടെ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി പണം സ്വരൂപിച്ച് ഞാനിവിടെ വന്നിട്ടുള്ളത് എനിക്ക് മുതിർന്നവരായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ മാറ്റണം. "Coming here today, I have no hidden agenda. I am fighting for my future." ഇവിടെ വരുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള മറച്ചുവെച്ച അജണ്ടയൊന്നുമില്ല, ഹിഡൻ അജണ്ടയൊന്നുമില്ല, രഹസ്യ അജണ്ടയൊന്നുമില്ല. "I am fighting for my future." ഞാൻ പോരാടുന്നത് എൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് പറയണം. "Losing my future is not like losing an election or a few points on the stock market. I am here to speak for all generations to come." അപ്പോൾ എൻ്റെ ഭാവി നഷ്ടമാവുക എന്ന് പറയുന്നത് ഇലക്ഷനിൽ തോൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഓഹരി കമ്പോളത്തിൽ കുറച്ച് പോയിൻ്റുകൾ നഷ്ടമാവുന്നത് പോലെയോ ഒന്നുമല്ല. "I am here to speak for all generations to come." ഞാനിവിടെ വന്നിട്ടുള്ളത് വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി സംസാരിക്കാനാണ്. "I am here to speak on behalf of the starving children around the world whose cries go unheard. I am here to speak on behalf of the starving children around the world whose cries go unheard." ലോകത്തിലെ എല്ലായിടത്തും പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ, അവരുടെ കരച്ചിലുകൾ ആരും കേൾക്കാതെ പോകുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന് പറയണം. "I am here to speak for the countless animals dying across this planet because they have now nowhere left to go." എന്നിട്ട് പറയാണ്, ഞാനിവിടെ വന്നിട്ടുള്ളത്, ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അസംഖ്യ മൃഗങ്ങൾ ഈ ഭൂമിയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. "Because they have nowhere left to go." അവർക്ക് വേറെ എവിടെയും പോകാനില്ല. "We cannot afford to be not heard." അതൊന്നും കേൾക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല എന്ന് പറയാണ്. "I am afraid to go out in the sun now because of the holes in the ozone." എനിക്ക് വെയിലത്തിറങ്ങാൻ ഭയമാണ്, കാരണം ഓസോൺ പാളിയിൽ വിള്ളൽ വീണിരിക്കുന്നു. "I am afraid to breathe the air because I don't know what chemicals are in it." ശ്വസിക്കാൻ എനിക്ക് ഭയമാണ്, കാരണം എന്തൊക്കെ കെമിക്കൽസാണ് ഞാൻ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നത് അല്ലെങ്കിൽ വായുവിലുള്ളത് എന്നെനിക്കറിയില്ല എന്ന് പറയണം. "I used to go fishing in Vancouver with my dad until just a few years ago. We found the fish full of cancers." ഞാൻ വാൻകോവറിലേക്ക്, അവിടെ ഒരു പോണ്ടുണ്ട്, കുളമുണ്ട്, അവിടെ എൻ്റെ
അച്ഛനെയും കൂട്ടിയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഞാൻ കണ്ടു, അവിടെ മത്സ്യങ്ങൾക്ക് മുഴുവൻ രോഗം പിടിച്ച മത്സ്യങ്ങളെയാണ് ആ പോണ്ടിൽ കണ്ടതെന്ന് പറയണം. And now we hear about animals and plants going extinct every day, vanishing forever. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് മൃഗങ്ങളും ഈ ചെടികളുമൊക്കെ ദിവസം പ്രതി എന്താവുകയാണ്, എക്സ്റ്റിങ്ക്റ്റ് എവരി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാനിഷിങ് ഫോർ എവർ, അതുപോലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നേക്കുമായി. In my life, I have dreamt of seeing the great heads of animals, of wild animals. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു കൂട്ടം വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങളുടെ കൂട്ടങ്ങളെ. ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്, കാടുകളും മഴക്കാടുകളും അവ നിറച്ചും ചിത്രശലഭങ്ങളും പക്ഷികളുമുള്ള ഇവയൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. But now I wonder if they will even exist for my children to see. പക്ഷേ ഇപ്പോഴെനിക്ക് അതിശയം തോന്നുന്നു, ഇപ്പോഴെനിക്ക് അത്ഭുതം അല്ലെങ്കിൽ ഭയം തോന്നുന്നു. ഇഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ് ഫോർ മൈ ചിൽഡ്രൻ ടു സീ, ഇതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പം ഭയമുണ്ട് എന്ന് പറയണം. Did you have to worry about these little things when you were my age? നിങ്ങൾ, അതായത് മുതിർന്നവരോടാണ് സുസുക്കി ചോദിക്കുന്നത്, എൻ്റെ പ്രായത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വറീസ് നിങ്ങൾക്കുണ്ടായിരുന്നോ? All this is happening before our eyes, and yet we act as if we have all the time we want and all the solutions. All this is happening before our eyes. ഇവയൊക്കെ നമ്മളുടെ കൺമുന്നിലാണ് നടക്കുന്നത്. And yet, എന്നിട്ടും we act as if we have all the time we want and all the solutions. നമ്മളിങ്ങനെ ദിവസം പ്രതി നമ്മൾക്ക് എന്താണ്, ഇതിനൊക്കെ പരിഹാരം ആവശ്യമുണ്ട്. I'm only a child. And I don't have all the solutions, but I want you to realize, neither do you. ഞാനൊരു കുട്ടിയാണ്, എല്ലാ പരിഹാരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിയലൈസ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് റിയലൈസ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ദ ഹോൾസ് ഇൻ അവർ ഓസോൺ ലെയർ. നിങ്ങൾക്ക് ഓസോൺ പാളി എങ്ങനെ അടയ്ക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. You don't know how to bring salmon back up dead stream. ജീവനില്ലാത്ത അരുവികളിൽ സാൽമൺ എന്ന മത്സ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കറിയില്ല. You don't know how to bring back an animal now extinct. അതുപോലെ വംശനാശ സംഭവിച്ച മൃഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കറിയില്ല. And you cannot bring back forests that once grew where there is now desert. അതുപോലെ ഒരിക്കൽ ഇടതിങ്ങി വളർന്നു കിടക്കുന്ന കാടുകളുള്ള സ്ഥലം അതിപ്പോൾ മരുഭൂമിയായിരിക്കുന്നു. ആ ഇടതിങ്ങി വളർന്ന കാടുകളെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾക്ക് അറിയില്ല. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ഇറ്റ്, പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ്. പലതും ഫിക്സ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളത് പൊട്ടിക്കരുത് എന്ന് പറയണം. ഇപ്പോൾ ഓസോൺ പാളിയിലൊക്കെ ഹോൾസ് വരുമ്പോൾ അത് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അത് പൊട്ടിക്കരുത്. Here you may be delegates of your governments, business people, organizers, reporters or politicians. ഇവിടെ നിങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാവാം, അല്ലെങ്കിൽ ബിസിനസ്സുകാരാവാം, എന്തിൻ്റെയും സംഘാടകനാവാം, അതല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സോ രാഷ്ട്രീയക്കാരോ ഒക്കെ ആവാം. But really you are mothers and fathers, brothers and sisters, aunts and uncles. യഥാർത്ഥത്തിൽ നിങ്ങളിവിടെ അമ്മമാരാണ്, അച്ഛന്മാരായിരിക്കാം, അതുപോലെ സഹോദരങ്ങളാവാം, സഹോദരികളാവാം, അമ്മായിമാരാവാം, അമ്മാവന്മാരാവാം. ആൻഡ് ഓൾ ഓഫ് യു ആർ സംബഡീസ് ചൈൽഡ്. നിങ്ങളെല്ലാം ആരുടെയൊക്കെയോ കുട്ടിയും ആവാമെന്ന് പറയാണ്. ഓൾ ഓഫ് യു ആർ. ഐ എം ഓൺലി എ ചൈൽഡ് യെറ്റ് ഐ നോ വി ആർ ഓൾ പാർട്ട് ഓഫ് എ ഫാമിലി. ഞാനൊരു കുട്ടിയാണ്, എന്നാലും ഐ നോ വി ആർ ഓൾ പാർട്ട് ഓഫ് എ ഫാമിലി. എനിക്കറിയാം നമ്മളെല്ലാം ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. 5 billion strong, in fact 30 million species strong, and we all share the same air, water and soil. Borders and governments will never change that. അതായത് വി ഓൾ പാർട്ട് ഓഫ് എ ഫാമിലി, നമ്മളെല്ലാം ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. 5 billion strong, നമ്മളുടെ ശക്തി, കരുത്ത് പറയാണ്, ഏകദേശം 5 billion strong ആണ്. ഇൻഫാക്ട് 30 million species strong and we all share the same air. ഈ 30 million സ്പീഷീസും ആൻഡ് വി ഓൾ ഷെയർ ദ സെയിം എയർ, ഇവരെല്ലാം എന്താണ്, ഒരേ വായുവാണ് ശ്വസിക്കുന്നത്.
വാട്ടർ, ഒരേ വെള്ളമാണ് കുടിക്കുന്നത്. ആൻഡ് സോയിൽ, ഒരേ മണ്ണിലാണ് ജീവിക്കുന്നത്. ബോർഡേഴ്സ് ആൻഡ് ഗവൺമെൻറ്റ്സ് വിൽ നെവർ ചേഞ്ച് ദാറ്റ്. അത് അതിർത്തികൾക്കോ അല്ലെ ഗവൺമെൻറ്റുകൾക്കോ ഒന്നും അത് മാറ്റാൻ കഴിയില്ല എന്ന് പറയാണ്. ഐ എം ഓൺലി എ ചൈൽഡ്, യെറ്റ് ഐ നോ വി ആർ ഓൾ ഇൻ ദിസ് ടുഗെദർ ആൻഡ് ഷുഡ് ആക്ട് ആസ് വൺ സിംഗിൾ വേൾഡ് ടുവേർഡ്സ് വൺ സിംഗിൾ ഗോൾ. നമ്മളുടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരേ മനസ്സോടെ നമ്മളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്ന് സുസുക്കി പറയാണ്. ഇൻ മൈ കൺട്രി വി മേക്ക് സോ മച്ച് വേസ്റ്റ്, വി ബൈ ആൻഡ് ത്രോ അവേ ആൻഡ് യെറ്റ് നോർത്തേൺ കൺട്രീസ് വിൽ നോട്ട് ഷെയർ വിത്ത് ദ നീഡി. ഇൻ മൈ കൺട്രി വി മേക്ക് സോ മച്ച് വേസ്റ്റ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒരുപാട് പാഴാക്കുകയാണ്, ഒരുപാട് വസ്തുക്കളാക്കുകയാണ്. വി ബൈ ആൻഡ് ത്രോ അവേ, എന്താണ്, നമ്മൾ വാങ്ങുന്നു, വലിച്ചെറിയുന്നു. ബൈ ആൻഡ് ത്രോ അവേ ആൻഡ് യെറ്റ് നോർത്തേൺ കൺട്രീസ് വിൽ നോട്ട് ഷെയർ വിത്ത് ദ നീഡി. അതുപോലെ വടക്കൻ രാജ്യങ്ങൾ ഒരിക്കലും അവർക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിൽ പോലും അവർ ആവശ്യമുള്ളവർക്ക് അത് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഈവൻ വെൻ വി ഹാവ് മോർ ദാൻ ഇനഫ് വി ആർ അഫ്രൈഡ് ടു ലൂസ് സം ഓഫ് അവർ വെൽത്ത്, അഫ്രൈഡ് ടു ഷെയർ. നമ്മൾക്ക് ഒരുപാടുണ്ടെങ്കിലും, നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞുണ്ടെങ്കിലും നമ്മളത് നഷ്ടപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. നമ്മളുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് അല്പം പോലും ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അഫ്രൈഡ് ടു ഷെയർ എന്ന് പറയുന്നത് ഭയമാണ്, നമുക്ക് ഷെയർ ചെയ്യാം. ഐ എം ഓൺലി എ ചൈൽഡ്, യെറ്റ് ഐ നോ ഇഫ് ഓൾ ദ മണി സ്പെൻറ്റ് ഓൺ വാർ വാസ് സ്പെൻറ്റ് ഓൺ എൻഡിങ് പോവർട്ടി ആൻഡ് ഫൈൻഡിങ് എൻവയോൺമെൻറ്റൽ ആൻസേഴ്സ്, വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് എർത്ത് വുഡ് ബി. ഞാനൊരു കൊച്ചുകുട്ടിയാണ്, എന്നാലും ഐ നോ ഇഫ് ഓൾ ദ മണി സ്പെൻറ്റ് ഓൺ വാർ വാസ് സ്പെൻറ്റ് ഓൺ എൻഡിങ് പോവർട്ടി, യുദ്ധത്തിന് വേണ്ടിയിട്ട് ലോകം ചിലവാക്കുന്ന പണം അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചിലവാക്കിയിരുന്നെങ്കിൽ, ആൻഡ് ഫൈൻഡിങ് എൻവയോൺമെൻറ്റൽ ആൻസേഴ്സ്, അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനായിട്ട് ആ പണം ചിലവാക്കുകയാണെങ്കിൽ, വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് എർത്ത് വുഡ് ബി, എന്തൊരു അതിശയകരമായിരിക്കും ഈ ലോകം എന്ന്, അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് സുസുക്കി പറയണം. അറ്റ് സ്കൂൾ, ഈവൻ ഇൻ കിൻഡർഗാർട്ടൻ, യു ടീച്ചേഴ്സ് ടു ബിഹേവ് ഇൻ ദ വേൾഡ്, യു ടീച്ചേഴ്സ്. കിൻഡർഗാർട്ടനിലും സ്കൂളിലും ഞങ്ങൾ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവർ പറയാണ്. അധ്യാപകർ കിൻഡർഗാർട്ടനിൽ പോലും അല്ലെങ്കിൽ സ്കൂളിലും നമ്മളെ പഠിപ്പിക്കുന്നത് നോട്ട് ടു ഫൈറ്റ് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് തല്ലുകൂടരുത്. ടു വർക്ക് തിങ്സ് ഔട്ട്, കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യണം. ടു റെസ്പെക്റ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കണം. ടു ക്ലീൻ അപ്പ് അവർ മെസ്, എന്തെങ്കിലും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യണം. നോട്ട് ടു ഹർട്ട് അതർ ക്രിയേച്ചേഴ്സ്, മറ്റുള്ള ജീവികളെ വേദനിപ്പിക്കരുത്, മുറിവേൽപ്പിക്കരുത്. ടു ഷെയർ നോട്ട് ബി ഗ്രീഡി, പങ്കുവെക്കുക, ഒരിക്കലും ആർത്തി ഉണ്ടാവരുത്. ഇതൊക്കെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമുക്ക്. നോട്ട് ടു ഫൈറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് തല്ലുകൂടരുത്, പോരാടരുത്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കണം. ടു റെസ്പെക്റ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കണം. ടു ക്ലീൻ അപ്പ് അവർ മെസ്, കുഴപ്പം പിടിച്ച എന്തെങ്കിലും അല്ലെങ്കിൽ താറുമാറായി കിടക്കുന്നതൊക്കെ ക്ലീൻ ചെയ്യണം. നോട്ട് ടു ഹേർട്ട് അതർ ക്രിയേച്ചേഴ്സ്, മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കരുത്. ടു ഷെയർ നോട്ട് ടു ബി ഗ്രീഡി, പങ്കുവെക്കുക, ഒരിക്കലും ആർത്തി ഉണ്ടാവരുത്. Then why do you go out and do things you tell us not to do? Then why do you go out and do the things you tell us not to do? പക്ഷേ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയാണ്. ഇതൊക്കെ അധ്യാപകർ നമ്മളോട് പറയുന്നതാണ്. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്നില്ല. Or even on your list of priorities, my father always says, you are what you do, not what you say. എൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ അളക്കുന്നത് എന്താണ്, നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റീസ് എടുത്തിട്ട് നിങ്ങളെ അളക്കുമ്പോൾ എങ്ങനെയാണ്, യു ആർ വാട്ട് യു ഡു, നിങ്ങൾ ചെയ്യുന്നതാണ് അളക്കുന്നത്, അല്ലാണ്ട് നിങ്ങൾ പറയുന്നതല്ല എന്ന് പറയുകയാണ്. ഇവരുടെ അച്ഛൻ പറഞ്ഞു കൊടുത്താണ്. വെൽ വാട്ട് യു ഡു മേക്സ് മീ ക്രൈ അറ്റ് നൈറ്റ്. വെൽ വാട്ട് യു ഡു മേക്സ് മീ ക്രൈ അറ്റ് നൈറ്റ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ രാത്രിയിൽ എനിക്ക് കരച്ചിലുണ്ടാക്കുന്നു എന്ന് പറയാണ്. യു ഗ്രോൺ അപ്പ് സേ യു ലവ് അസ്. നിങ്ങൾ മുതിർന്നവർ പറയും നിങ്ങൾ സ്നേഹിക്കുന്നു. ഐ ചാലഞ്ച് യു പ്ലീസ് മേക്ക് യുവർ ആക്ഷൻസ് റിഫ്ലക്റ്റ് യുവർ വേർഡ്സ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കട്ടെ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക്സ് പറഞ്ഞവരെ ആ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.